ജോസഫ് എന്തൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. ക്രിസ്മസ് ഇന്ന് നാം ആഘോഷിക്കാൻ അദ്ദേഹം വളരെ വലിയൊരു കാരണമാണ്. വിശുദ്ധ ജോസഫിന്റെ ഒരു സിനിമയുണ്ട്. സിനിമ മുഴുവൻ പരാജയപ്പെട്ട ഒരു മനുഷ്യന്റെ കഥയാണ്. വിവാഹം കഴിക്കാൻ ഉറപ്പിച്ച പെൺകുട്ടി വിവാഹത്തിന് മുൻപ് ഗർഭിണിയാകുന്നു. അവളെ ഉപേക്ഷിക്കുവാൻ സാധിക്കുന്നില്ല. അവളെ സ്വീകരിച്ച് ഉത്തരവാദിത്തം ഏറ്റെടുത്തപ്പോൾ ജീവൻ പണയം വെച്ചുള്ള ഒരു യാത്ര. സ്വന്തം ഭാര്യയ്ക്ക് പ്രസവിക്കാൻ പോലും ഒരു സ്ഥലം ലഭിക്കാത്ത നിസ്സഹായമായ അവസ്ഥ. കാലിത്തൊഴുത്തിലാണ് ദൈവപുത്രനെ പിറക്കാൻ ജോസഫ് അവസാനം സ്ഥലം കണ്ടെത്തുന്നത്. സിനിമ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ചോര കുഞ്ഞിന്റെ കരച്ചിൽ. ക്ഷീണിച്ച് അവശനായി ആ കരച്ചിൽ കേട്ട് ഓടി വരുന്ന ജോസഫിന്റെ കൈകളിലേക്ക് മറിയം കുഞ്ഞിനെ എടുത്തു വെച്ചു കൊടുക്കുന്നു. ജോസഫിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. ഇതിൽ കൂടുതൽ എന്തു വേണം? ദൈവപുത്രൻ ഇതാ സ്വന്തം കൈകളിൽ. നമ്മുടെ അവസ്ഥയിലേക്ക് നോക്കി നമുക്കും ഇങ്ങനെ പറയാൻ സാധിക്കണം: ദൈവത്തിന് എന്നെ പറ്റി ഒരു പദ്ധതിയുണ്ട്. എന്റെ നാശത്തിനായുള്ള പദ്ധതിയല്ല, മറിച്ച് എന്റെ ക്ഷേമത്തിനായുള്ള പദ്ധതി.